എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇന്നൊരു റിവിഷൻ മൊഡ്യൂളാണ്. എത്രമാത്രം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ റിവൈസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്സ് നെഗേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എത്രമാത്രം നന്നായി ഫെമിലറൈസ് ചെയ്യുന്നു അത്രമാത്രമാണ് നമുക്ക് എക്സാം ഹാളിൽ ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് PSC ക്വസ്റ്റ്യൻ പാറ്റേണിൻ്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റിവിഷൻ മൊഡ്യൂൾ വരുന്നത്. കുറച്ച് കൂടുതൽ നമുക്ക് നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയും. ശരിയാണോ തെറ്റാണോ? മൗലിക അവകാശങ്ങളാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഹനിക്കപ്പെട്ടാൽ ഒരു പൗരന് കോടതിയെ സമീപിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് അല്ലേ? എന്താണ് അവസ്ഥ? പറ്റുമെന്നാണോ പറ്റില്ല എന്നാണോ? പറ്റുമല്ലേ? നമുക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഓർത്ത് നോക്കുക, മൗലിക അവകാശങ്ങളാണ്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയും. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇതിൻ്റെ ഉദ്ദേശം എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നതാണ് അല്ലേ? വെൽഫെയർ സ്റ്റേറ്റാണ് ഉദ്ദേശം. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പോസിറ്റീവ് എൻറ്റൻറ്റോടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു പ്രൊവിഷനാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഹനിക്കപ്പെട്ടാൽ കോടതി അല്ലെങ്കിൽ സർക്കാർ ഇത് നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അഥവാ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെട്ട കോടതിയെ സമീപിക്കാൻ പറ്റുമെന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷേ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ കഴിയില്ല. ഫിനാൻഷ്യൽ എമർജൻസി എന്നത് ഏത് ആർട്ടിക്കിളാണ്? 360 ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് വഴിയാണ്. നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ഓഫ് 1971 ആണോ? അല്ല, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴിയാണോ? സോണൽ കൗൺസിലൊക്കെ സാധാരണ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴിയാണ് സ്ഥാപിതമായിരിക്കുന്നത്. പക്ഷേ നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ സ്ഥാപിതമായത് നോർത്ത് ഈസ്റ്റേൺ കൗൺസിൽ ആക്ട് ഓഫ് 1971 തന്നെയാണ്. ശരിയാണ്. അടുത്തത് പ്രസിഡന്റ് പദവിയിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം 40 ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. 40 ആണോ? 35 അല്ലേ? അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. പ്രസിഡൻറ്റിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്, എന്നാൽ ഗവർണർക്കില്ല എന്ന് പറഞ്ഞു. ഗവർണർക്കില്ലേ? സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഗവർണർക്കും ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരമുണ്ട്. ലിഥിയം ഈയിടെ കണ്ടെത്തിയത് തമിഴ്നാട്ടിലാണ്. ലിഥിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ്. കാരണം ലിഥിയത്തിൻ്റെ റിസർവ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് മൊബിലിറ്റിയെ സഹായിക്കുന്നതാണ്. ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററി ഒക്കെ ഉണ്ടാക്കുന്നത് ലിഥിയത്തിൽ നിന്നാണ്. അതുകൊണ്ട് ലിഥിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റാണ്. അപ്പോൾ ലിഥിയം കണ്ടെത്തിയത് തമിഴ്നാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നാണ് ലിഥിയം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇത് കറണ്ട് അഫയേഴ്സാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ഓർഡിനറി ബില്ലുകൾ രാജ്യസഭയിലും ലോക്സഭയിലും അവതരിപ്പിക്കാം. മണി ബില്ലാണെങ്കിൽ ഏതിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ? ലോക്സഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഓർഡിനറി ബില്ലുകൾ ഏത് സഭയിലും അവതരിപ്പിക്കാം അല്ലേ? ശരിയാണ്. വനിതാ ICC T20 വേൾഡ് കപ്പ് ജയിച്ചത് ഓസ്ട്രേലിയയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിരുന്നു ഫൈനൽ. വനിതാ ICC T20 വേൾഡ് കപ്പ് ജയിച്ചത് ഓസ്ട്രേലിയയാണ്. ശരിയാണ്. 10 ഷെയർ മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് RBI ആണ്. ഷെയർ ഇഷ്യൂ ചെയ്യുക, അതിൻ്റെ ക്രൈറ്റീരിയാസ് പറയുക, അതിൻ്റെ ഡെപ്പോസിറ്ററീസ്, ഇലക്ട്രോണിക് ഷെയർസ്, അതിൻ്റെ ട്രാൻസാക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ട്രേഡിങ് എല്ലാം മോണിറ്റർ ചെയ്യുന്ന ആരാണ്? സെബിയാണ്, RBI അല്ല. RBI ബാങ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മോണിറ്ററി പോളിസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡീൽ ചെയ്യുന്നത്. 10ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെൻറ്റും അനലൈസ് ചെയ്ത് അതിൽ ഫങ്ഷണലായിട്ടുള്ള എന്താ കാര്യങ്ങളുണ്ട്, അതിൻ്റെ ഫങ്ഷൻസ് കറക്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ അവസാനത്തെ ഫങ്ഷൻ ബേസ്ഡ് ആയിരുന്നു. അതായത് ഷെയർ മാർക്കറ്റുകൾ റെഗുലേറ്റ് ചെയ്യുന്ന ഫങ്ഷൻ ഏത് ബോഡിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കണം. അതൊരു ട്രിക്കാണ്. കാരണം ഫങ്ഷൻ വൈസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ RBI ഇപ്പോൾ മണി സംബന്ധമായ കാര്യങ്ങൾ, പൈസ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നത് RBI ആണ്. അപ്പോൾ ഫങ്ഷൻ ഓഫ് RBI എന്താണ്? മോണിറ്ററി പോളിസി റെഗുലേറ്റ് ചെയ്യണം. ഫങ്ഷൻ ഓഫ് സെബി എന്താണ്? ഷെയർ മാർക്കറ്റും അതിൻ്റെ ട്രാൻസാക്ഷൻസ് റെഗുലേറ്റ് ചെയ്യാണ്. PFRDA പെൻഷനുമായി ബന്ധപ്പെട്ട, IRDA ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് തെറ്റിപ്പോകരുത്. അപ്പോൾ ഫങ്ഷനാലിറ്റി വെച്ചിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളെ നെഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ പറയുകയാണ് പെൻഷൻസ് ഒക്കെ ഡീൽ ചെയ്യുന്നത് RBI ആണെന്ന് പറഞ്ഞ് നമുക്ക് എന്താ മനസ്സിലാകേണ്ടത്? RBIൻ്റെ ഫങ്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലാവും അല്ലേ? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റൻസിനെ നെഗേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അടുത്ത സെറ്റിലേക്ക് പോകാം. അടുത്ത സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ നോക്കാം. ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ശരിയാണ്. ഇത് വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള ചോദ്യമാണ്. പക്ഷേ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളിൽ മിക്സ് ചെയ്ത് വരാം. അതായത് സ്റ്റാറ്റിക്കും അതുപോലെ തന്നെ കറണ്ടും മിക്സ് ചെയ്ത് വരാം. അപ്പോൾ ഖിൽജി വംശത്തിൻ്റെ സ്ഥാപകൻ ജലാലുദ്ദീൻ ഖിൽജിയാണ്. ശരിയാണോ? ശരിയാണ്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്.
2 സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷനാണ്. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപകൻ ഗോഖലെയാണ്. ശരിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം 1884 ശരിയാണോ? 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണം നടന്നത്. ലോർഡ് ഡഫറിൻ ആയിരുന്നു എന്ത് ആ സമയത്ത് വൈസ്രോയ്. അപ്പോൾ 1885 84 1885 കേട്ടോ. ഇൻഡസ് വാട്ടർ ട്രീറ്റി 1960 ഒപ്പുവെച്ചത്. ഇൻഡസ് വാട്ടർ ട്രീറ്റി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി ഒപ്പിട്ടത്. ഇൻഡസ് വാട്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഷെയറിങ് ഏതൊക്കെ ട്രിബ്യൂട്ടറീസ് ഓഫ് ഇൻഡസ് പാകിസ്ഥാന് കൊടുക്കണമെന്നും ഏതൊക്കെ ട്രിബ്യൂട്ടറീസിലെ വെള്ളം ഇന്ത്യ ഉപയോഗിക്കണമെന്നും പറഞ്ഞൊരു ട്രീറ്റിയാണ് 1960 തന്നെയാണ് ഒപ്പിട്ടത്. രണ്ടാമത്തെ പോർഷൻ പറഞ്ഞിരിക്കുന്നത് വേൾഡ് ബാങ്കാണ് മധ്യസ്ഥത വഹിച്ചത് എന്നാണ്. വേൾഡ് ബാങ്ക് ആണോ മീഡിയേഷൻ വഹിച്ചത്? വേൾഡ് ബാങ്ക് തന്നെയാണ് മീഡിയേഷൻ വഹിച്ചത്. ശരിയാണ് ഉത്തരം. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം പാരീസ് ആണെന്ന് പറഞ്ഞു. പാരീസ് ആണോ ലോക വ്യാപാര സംഘടന? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ല, ജനീവയാണ്. ജനീവയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. ഇൻ്റർപോളിൻ്റെ ആസ്ഥാനം ജനീവയാണ് അല്ല, ലിയോൺ പാരീസ് ആണ്. ഫ്രാൻസ്. പാരീസ് അല്ല, ലിയോൺ ഫ്രാൻസ് ആണ് രാജ്യം. ഇൻ്റർപോൾ കേട്ടോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പ്രോ ചാൻസലർ കൃഷിമന്ത്രിയാണ്. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീൻ്റെ പ്രോ ചാൻസലർ കൃഷിമന്ത്രിയാണെന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണ്. കേരളത്തിലെ ആദ്യ കൽപ്പിത സർവകലാശാല കേരള കലാമണ്ഡലമാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി കേരള കലാമണ്ഡലമാണെന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണെന്ന് പറയുന്നത്. പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്ന് പറയുന്നത് ശരിയാണ്. 10ാമത്തേത് വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ് ആണ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോകൾ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ് ആണ്. ശരിയാണ്. ഓർത്ത് വെക്കണേ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിളും ക്വസ്റ്റനൊക്കെയാണ്. വിദൂര വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന കിരണം ഇൻഫ്രാറെഡ് ആണ്. അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. 21ാമത്തെ ചോദ്യമാണ്. ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ശരിയാണോ? ഭൂപടങ്ങളാണ് തയ്യാറാക്കുന്നതാണ് ശാസ്ത്രശാഖയാണ് കാർട്ടോഗ്രഫി. ശരിയാണ്. അടുത്തത് സിയാച്ചിൻ മലനിരകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക ഓപ്പറേഷനാണ് ഓപ്പറേഷൻ മേഘദൂത്. സിയാച്ചിൻ ഗ്ലേഷ്യർ കേട്ടില്ലേ? സിയാച്ചിൻ മലനിരകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഇന്ത്യ നടത്തിയ സൈനിക നീക്കമാണ് ഓപ്പറേഷൻ മേഘദൂത്. ശരിയാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്നത് അമേരിക്കൻ ഗവൺമെൻറ് തേയിലയുടെ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ അതിനെതിരെ നടന്ന സംഭവമാണ്. ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത് 1773 അല്ലേ? 1773 അമേരിക്കൻ ഗവൺമെൻറ് തേയിലയുടെ നികുതി വർദ്ധിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അമേരിക്കൻ ഗവൺമെൻറ് ആണോ ആ സമയത്ത് ഉണ്ടായിരുന്നത്? ആ സമയത്ത് ബ്രിട്ടീഷ് കോളനിവൽക്കരിച്ച ഒരു ഒരു സ്ഥലമല്ലേ നോർത്ത് അമേരിക്ക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ തേയിലയുടെ നികുതി വർദ്ധിപ്പിച്ചത് അമേരിക്കൻ ഗവൺമെൻറ് അല്ല, ബ്രിട്ടീഷ് ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ് അല്ല തേയിലയുടെ നികുതി വർദ്ധിപ്പിച്ചത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം മനിലയാണ്. മനില എവിടെയാണ്? ഫിലിപ്പീനസ് ആണ് കേട്ടോ. ഫിലിപ്പീനസ്. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 5 ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ രാജ്യമാണ് കാനഡ. ശരിയാണ്. 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. വളരെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK ആണ്. ആൻഡീസ് പർവ്വതനിര സ്ഥിതി ചെയ്യുന്നത് തെക്കേ അമേരിക്കയിലാണ്. ആണോ? തെക്കേ അമേരിക്ക, സൗത്ത് അമേരിക്ക ആണോ? അതെ, ആൻഡീസ് എന്ന പർവ്വതനിര തെക്കേ അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉദയഗിരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ശരിയാണോ? ഉദയഗിരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ആണോ? നോർമലി ഇപ്പോൾ അജന്ത, എല്ലോറ എന്നിങ്ങനെയുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഗുഹകൾ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ നമുക്കൊരു ടെൻഡൻസി ഒരു ഉദയഗിരി മഹാരാഷ്ട്രയിലാണെന്ന് പറയാം. ഉദയഗിരി മധ്യപ്രദേശിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. റോത്താങ് തുരങ്കത്തിൻ്റെ പുതിയ പേരാണ് അടൽ ടണൽ എന്ന് പറയുന്നത്. അടൽ ടണൽ, റോത്താങ് തുരങ്കം. ശരിയാണ്. സ്റ്റാറ്റിക് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. ഇൻഡസ് വാട്ടർ ട്രീറ്റി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 1970 ആണ് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്കാണ്. ശരിയാണോ?
തെറ്റാണ്. 1960-ലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഇൻഡസ് വാട്ടർ ട്രീറ്റിയിൽ ഏർപ്പെടുന്നത്. അതുപോലെ തന്നെ വേൾഡ് ബാങ്കാണ് മീഡിയേഷൻ വഹിച്ചത്. രണ്ടാമത്തെ പാർട്ട് ശരിയാണ്, പക്ഷേ ആദ്യത്തെ പാർട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ തെറ്റാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത് ചണമാണ്. ജൂട്ടാണോ? അല്ല. ഏതാണ് പിന്നെ? ഏതാണ്? കോട്ടനാണ്. പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ സെറ്റും കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. 31ാമത്തെ ചോദ്യം. 1ാം ഭേദഗതി ഭരണഘടനയിൽ 9ാം പട്ടിക കൂട്ടിച്ചേർത്തു. ശരിയാണോ? 1ാമത്തെ ഭേദഗതി ഫസ്റ്റ് അമെൻമെൻ്റ് ആണോ 9ാം പട്ടിക കൂട്ടിച്ചേർത്തത്? ശരിയാണ്. 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് 1ാമത്തെ ഭേദഗതി ഫസ്റ്റ് അമെൻമെൻ്റ് ആണ്. 15ാം ഭേദഗതി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്തി. 15ാമത്തെ ഭേദഗതി ഹൈക്കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 62 ഉയർത്തി. ശരിയാണ്. 3ാമത്തെ ചോദ്യം. 36ാം ഭേദഗതിയാണ് സിക്കിം സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടത്. അസോസിയേറ്റ് സംസ്ഥാനം എന്ന രീതിയിൽ നിന്ന് മാറി ഒരു ഫുള്ളി ഫ്ലെഡ്ജ് സ്റ്റേറ്റ് ആയിട്ട് സിക്കിമിനെ പ്രഖ്യാപിച്ചത് ഏത് അമെൻമെൻറ്റ് വഴിയാണ്? 36ാമത്തെ ഭേദഗതി വഴിയാണ്. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 18 ആക്കിയത് 61ാമത്തെ ഭേദഗതിയാണ്. ഇതെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 18 ആക്കിയത് 61ാമത്തെ ഭേദഗതിയാണ്. ശരിയാണ്. 69ാം ഭേദഗതിയാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി നൽകിയത്. നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി. അതും ശരിയാണ്. 69ാമത്തെ ഭേദഗതിയാണ് ഡൽഹിക്ക് ദേശീയ തലസ്ഥാനം എന്ന പദവി നൽകിയത്. ദോഗ്രി, മൈഥിലി, സന്താളി, ബോഡോ എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്ത് 92ാമത്തെ അമെൻമെൻ്റാണ്. 92ാമത്തെ ഭേദഗതിയാണ്. ശരിയാണ്. ദോഗ്രി, മൈഥിലി, സന്താളി, ബോഡോ എന്നീ ഭാഷകൾ 8ാം പട്ടികയിൽ കൂട്ടിച്ചേർത്ത് 92ാം ഭേദഗതിയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്നത് 100ാം ഭേദഗതി 100th അമെൻമെൻ്റാണ്. ശരിയാണ്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ എൻക്ലേവ്സ് ഷെയർ ചെയ്യുന്നതിന് ഒരു അമെൻമെൻ്റ് ഉണ്ടായിരുന്നു. അതായത് കുറച്ച് ഭാഗങ്ങൾ അങ്ങോട്ടും കുറച്ച് ഭാഗങ്ങൾ ഇങ്ങോട്ടും തരുന്നൊരു പ്രക്രിയയായിരുന്നു അത്. അപ്പോൾ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തി പ്രദേശങ്ങൾ പരസ്പരം കൈമാറുന്ന എൻക്ലേവ്സ് ഷെയർ ചെയ്യുന്ന അല്ലെങ്കിൽ കൈമാറുന്ന അമെൻമെൻ്റ് എന്ന് പറയുന്നത് 100ാമത്തെ ഭേദഗതിയാണ്. 100ാമത്തെ ഭേദഗതി. നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭേദഗതി 99ാമത്തെ ഭേദഗതിയാണ്. ഇതിപ്പം വളരെ ഇമ്പോർട്ടൻസ് ഉള്ളൊരു കാര്യമാണ്. എന്താണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ? സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ അതുപോലെ തന്നെ അവരുടെ ചീഫ് ജസ്റ്റിസിനൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബോഡിയാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ. ഒരു അമെൻമെൻ്റ് ആയിരുന്നു. ഇത് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുകയാണ് ചെയ്തത്. ഇത് ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട്, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷനെ റദ്ദ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോഴും സെൻട്രൽ മിനിസ്റ്റേഴ്സ് പറയാതെ പറയുന്നൊരു കാര്യമാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സ് കമ്മീഷൻ പോലൊരു ബോഡി വേണം, എന്നാൽ മാത്രമേ ജഡ്ജസിൻ്റെയൊക്കെ അപ്പോയിൻമെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതും ശരിയാണ്. 8ാമത്തെ സ്റ്റെപ്പിന് ശരിയാണ്. 101ാമത്തെ ഭേദഗതിയാണ് GST. 101ാമത്തെ ഭേദഗതിയാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റാണ് GST. അതും ശരിയാണ്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. 2017 കേട്ടോ. അടുത്തത് ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പറയുന്ന ഭാഗം 20 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രതിപാദിക്കുന്നത് പാർട്ട് 20 ആണെന്ന് പറയും. പാർട്ട് 20 ശരിയാണ്. അപ്പോൾ 40 ചോദ്യം കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തൊരു സെറ്റോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 41ാമത്തെ ചോദ്യം. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് പിന്നീട് സ്വരാജ്യ സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയാണ്. ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ് എന്ന് പറയുന്നത് പിന്നീട് സ്വരാജ്യ സഭയായിട്ട് അറിയപ്പെട്ടിരുന്നു. അതിൽ ഗാന്ധിജിയാണ് പിന്നീട് അതിൻ്റെ പ്രസിഡൻഷിപ്പ് ഏറ്റെടുത്തത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ഏറ്റവും വേഗം 25,000 റൺസ് നേടുന്ന താരം കോഹ്ലിയാണ്. ശരിയല്ലേ? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും വേഗം 25,000 റൺസ് നേടുന്ന താരം കോഹ്ലിയാണ്. അടുത്തത് ഐക്യരാഷ്ട്രസഭ സാമൂഹിക വികസന സമിതിയുടെ 62ാം സെഷൻ്റെ അധ്യക്ഷയായി ചുമതലയേറ്റത് രുചിര കാംബോജാണ്. ശരിയാണ്. ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. 2023 ജ്ഞാനപാന പുരസ്കാരം മധുസൂദനൻ നായർക്കാണ്. ജ്ഞാനപാന പുരസ്കാരം 2023 മധുസൂദനൻ നായർക്കാണ്. നഗരങ്ങളിൽ അപ്രതീക്ഷിത ആക്രമണങ്ങൾ തടയാനുള്ള കേരള പോലീസിൻ്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. തെറ്റാണ്. അവെഞ്ചേഴ്സ് ആണ്. ഓപ്പറേഷൻ അവെഞ്ചേഴ്സ്. വനിതാ IPL ലേലത്തിൽ 3.4 കോടി രൂപ ലേലത്തുക ലഭിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരമാണ് സ്മൃതി മന്ദാന. ശരിയാണ്. 3.4 കോടി വുമൺ IPL സ്മൃതി മന്ദാന. ജസ്റ്റിസ് അബ്ദുൾ നസീറാണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ ഗവർണർ.
ജസ്റ്റിസ് അബ്ദുൽ നസീർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള സെൻസിറ്റീവായിട്ടുള്ള വിധികളിൽ ബെഞ്ച് അംഗമായിരുന്ന ജസ്റ്റിസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ അപ്പോയിൻമെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അപ്പോയിൻമെൻ്റ് ആയിട്ട് കണക്കാക്കപ്പെട്ടത്. ജസ്റ്റിസ് അബ്ദുൽ നസീറാണ് ആന്ധ്രാപ്രദേശിൻ്റെ പുതിയ ഗവർണർ. ശരിയാണ്. എയ്റോ ഇന്ത്യ എക്സ്പോ നടക്കുന്നതല്ല, അത് മുമ്പേ തയ്യാറാക്കിയ ചോദ്യം ആയതുകൊണ്ടാണ്. നടന്നത് 14ാമത്തെ എയ്റോ ഇന്ത്യ എക്സ്പോ നടന്നത് യലഹങ്ക, ബാംഗ്ലൂരുവിലാണ്. യലഹങ്കയിലാണ്, കർണാടക. ശരിയാണ്. ജമ്മുവിൽ ഈയിടെ കണ്ടെത്തിയത് യുറാനിയത്തിൻ്റെ വൻതോതിലുള്ള നിക്ഷേപമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ജമ്മുവിൽ ഈയിടെ കണ്ടെത്തിയത് ലിഥിയമാണ്. ലിഥിയം റിസർവ് ആണ്, അല്ലാതെ യുറാനിയം റിസർവ് അല്ല, തെറ്റാണ്. 10 ഷറഫ് അലിയാണ് സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായി ചുമതലയേറ്റത്. വളരെ ശരിയായിട്ടുള്ള ഡയറക്റ്റ് കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. അപ്പോൾ അങ്ങനെ 50 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഏതെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടോ? ഇല്ല. ഓപ്പറേഷൻ ആഗല്ല, അവെഞ്ചേഴ്സ് ആണ്. അതുപോലെ തന്നെ 2023 ജ്ഞാനപീഠ പുരസ്കാരം മധുസൂദൻ നായർക്കാണ്. രുചിര കാംബോജ് 25,000 കോഹ്ലി, ഓൾ ഇന്ത്യ ഹോം റൂൾ ലീഗ്, പിന്നീട് സ്വരാജ്യ സഭ എന്ന പേരിൽ അറിയപ്പെട്ടു. അപ്പോൾ 50 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് 50 ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ബൈ, സീ യു.